എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന്? ആരാ പറഞ്ഞത്? പെങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിച്ചല്ലോ. ഇത് നിലനിർത്തുവാപ്പാ, ഇത് നിലനിർത്തു പെങ്ങളെ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭയം നഷ്ടപ്പെടുകയാണ്, നിന്റെ പേടി പോകുന്നത്. നിനക്കെല്ലാവരെയും പേടിയാ, നിനക്കെല്ലാവരെയും പേടിയാ. എങ്കിലും നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവം അങ്ങ് പോവുകയാണ്. നിനക്കൊരാളെയേ പേടിയുള്ളൂ. ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ. അതാരെയെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ മാത്രമേ നീ ഭയപ്പെടുത്തുള്ളൂ. വേറെ ആരെയും നിനക്ക് പേടിയില്ല. ഈ രണ്ട് ആയത്തുകൾ ഇന്നു മുതൽ ഓർമ്മയുള്ള കാലത്തോളം ഒരു ദിവസം ഒരു വട്ടമെങ്കിലും നീ ഓത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ്. രണ്ടായത്തുകൾ, ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ നിങ്ങൾ ഇന്നു മുതൽ ഓതി തുടങ്ങിക്കോ. ഇൻഷാ അല്ലാഹ് കണ്ണടയുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ നബി തങ്ങൾ നിന്നെ കാണാൻ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. കഞ്ചാവ് അടിക്കുന്ന കാലം, അതുകൊണ്ടാ കുട്ടികളൊക്കെ കഞ്ചാവ് അടിക്കുന്ന കാലങ്ങളാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും നബിതങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവാ എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഏറ്റവും കൂടിപ്പോയാൽ നമ്മൾ പറയുന്ന മറുപടി, ഞങ്ങളുടെ പ്രവാചകന, അവസാനത്തെ നബിയ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബിയ. ഇങ്ങനെയുള്ള 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അറിവല്ലാതെ എന്തറിവാ നബിതങ്ങളെ കുറിച്ച് നമുക്കുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലരും പറയാറുണ്ട്, ഞാൻ മഹാത്മാഗാന്ധിജിയുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന നേതാവിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, ഇത് വായിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന, നിങ്ങളിൽ ആരാ നബിതങ്ങളുടെ ചരിത്രം വായിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ മരണം വരെ, അല്ലെങ്കിൽ പ്രവാചകന്റെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെയുള്ള 23 കൊല്ലം, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജീവിതമൊന്ന് വായിച്ചു നോക്കുവാൻ, ആ പ്രവാചകൻ ആരാണെന്നൊന്ന് പഠിക്കാൻ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ നബിതങ്ങൾ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാറ് ഏറ്റവും കുറഞ്ഞതാ അറിവെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങളൊന്ന് പഠിക്കണേ. ആരാണ് നബിതങ്ങളെന്ന് പഠിക്കണം. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നീ പഠിക്കണേ. കേവലം നീ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവനാട് നീയെങ്കിലും ആരാണ് റസൂലുള്ളാഹി, ആരാ നബിതങ്ങളുടെ മഹത്വം എന്താ, ആ നബിതങ്ങളുടെ ശ്രേഷ്ഠത എന്താ എന്ന് ഏറ്റവും കുറഞ്ഞത് ഞാനും നിങ്ങളും ഒന്ന് പഠിക്കണം സഹോദരാ. അതുകൊണ്ട് ആരാണ് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? പടച്ചവനെ, നബി തങ്ങളുടെ ജീവിതം പറയാ. എന്റെ ഈ ആയുസ് പോര സഹോദരാ. ലോകത്തുള്ള ഒരു മനുഷ്യനും നബി തങ്ങളുടെ ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ജീവിതമാണ് നബി തങ്ങളുടെ ജീവിതം.
അത് ഒരാൾക്കും ജീവിതകാലം മുഴുവനും വഅദ് പറഞ്ഞാലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ആദ്യം നബി ആരാണെന്ന് പഠിക്ക്. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ അറിവെങ്കിലും വേണമല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാ നബി തങ്ങളെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? പടച്ചവനെ, ലോകത്ത് അല്ലാഹു ഒരുപാട് ജീവജാലങ്ങളെ അല്ലാഹു പടച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പറയും അസ്റഫുൽ ഖൽഖ്, അസ്റഫുൽ ഖൽഖ്. എല്ലാവരും പറയുന്ന ഒരു വാചകമാണ്. എങ്കിൽ ആ വാചകത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ വാപ്പാ? അല്ലാഹു ലോകത്ത് ആകാശത്തിലും ഭൂമിയിലും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായി പടച്ചവനെ അതാ കടലിനടിത്തട്ടിൽ വരെ അല്ലാഹു ഒരുപാട് ജീവികളെ പടച്ചിട്ടുണ്ട്. അല്ലാഹുവിന് ഒരുപാട് സൃഷ്ടികളുണ്ട്. പടച്ചവനെ, അല്ലാഹുവിന് അർശുണ്ട്, കുർശുണ്ട്, ലൗഹുണ്ട്, കലമുണ്ട്. പടച്ചവനെ, സ്വർഗമുണ്ട്, നരകമുണ്ട്, കഅബാലയമുണ്ട്, മലക്കുകളുണ്ട്. അല്ലാഹുവേ, പ്രപഞ്ചത്തിൽ ഒരുപാട് ചരാചരങ്ങൾ അല്ലാഹു പടച്ചിട്ടുണ്ടല്ലോ. ഈ പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയാർക്കാ? അല്ലാഹു ലോകത്ത് എന്തിനെയെല്ലാം പടച്ചിട്ടുണ്ടോ ആ പടച്ച വസ്തുക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമാർക്കാ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അല്ല എന്തൊക്കെ പടച്ചിട്ടുണ്ടോ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൃഷ്ടിച്ചിട്ടില്ലേ? സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ആ സ്വർഗത്തിനാണോ മഹത്വം? നിബിതങ്ങൾക്കാണോ മഹത്വം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു ഈ ലോകത്ത് എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ച സർവചരാചരങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ അസ്റഫുൽ ഖൽഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തുള്ള സർവചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. ആ നബിതങ്ങൾ കാണുന്നവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മളോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ആ നബിതങ്ങളെ കുറിച്ച് പഠിക്കണമടോ. അള്ളാഹുവേ, അള്ളാഹുവിന്റെ റസൂല് പടച്ചവനെ അവിടെന്ന് പറയുകയാ, 7 മഹത്വങ്ങൾ ഒരു പ്രവാചകനും ലഭിക്കാത്ത, ഈ ലോകത്ത് ഒരു പ്രവാചകനും ലഭിക്കാത്ത 7 മഹത്വമാണ് നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. പടച്ചവനെ, അതിലൊന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ? ഖദ്മനന്തു അലൈക ബിസബഅതി അശിയാ അവ്വലുഹാ അന്നീ ലം അഖ്ലുഖു ഫിസ് സമാവാതി വൽ അർദ്. പടച്ചവനെ, ലോകത്ത് അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് നബിതങ്ങൾക്കാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞിട്ട് ലോകത്തുള്ള എന്തിനുമുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ ഖുർആൻ പോലും നമുക്കത് പഠിപ്പിച്ചു തന്നല്ലോ. അതുകൊണ്ട് വഅദ് കേൾക്കുന്നവരോട് പറയുകയാണ്, ആദ്യം നബിതങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് വേണം വഅദ് കേൾക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരല്പനേരം ക്ഷമിക്കണം സഹോദരാ. ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിനക്കെങ്കിലും നബിതങ്ങളുടെ മഹത്വം ഒന്ന് തിരിയണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾക്ക് മാത്രമല്ല മഹത്വമുള്ളത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല മഹത്വമുള്ളത്. ആ നബിതങ്ങളുടെ കൂടെ കൂടിയ എല്ലാത്തിനും മഹത്വമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എന്തെല്ലാം കൂടിയിട്ടുണ്ടോ അതിനെല്ലാം മഹത്വമുണ്ടോ? നബിതങ്ങൾക്ക് മാത്രമല്ല, നബിതങ്ങൾക്ക് മാത്രമല്ല, ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ടെന്ന് ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചക
പ്രവാചകന്മാര് കടന്നു വന്നല്ലോ. ഈ കടന്നു വന്ന പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് സമുദായമുണ്ടായിരുന്നു. ഓരോ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. ആദം നബിക്കും നൂഹ് നബിക്കും ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ദാവൂദ് നബിക്കും യൂനുസ് നബിക്കും യൂസുഫ് നബിക്കും ഹാറൂൻ നബിക്കും അയ്യൂബ് നബിക്കും ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് നമ്മൾ. ഇതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. എങ്കിൽ ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ സമുദായമേതാ? ഖൈറ ഉമ്മ. പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറയുകയാണ്, ഏറ്റവും നല്ല സമുദായം ആദം നബിയുടെ സമുദായമല്ല, നൂഹ് നബിയുടെ സമുദായമല്ല, ഇബ്രാഹിം നബിയുടെ സമുദായമല്ല, ദാവൂദ് നബിയുടെ സമുദായമല്ല, ഈസാ നബിയുടെ സമുദായമല്ല. ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിലെ ജനങ്ങളിൽ ഏറ്റവും നല്ല സമുദായം ഞാനും നിങ്ങളുമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മളാടോ ഏറ്റവും നല്ല സമുദായം? കാരണം യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരാ നമ്മൾ. ഇത് പ്രവാചകന്മാരുടെ ജോലിയായിരുന്നു. ഒരു പ്രവാചകൻ വഫാത്തായാൽ അടുത്ത പ്രവാചകൻ വരികയാണ്. ആ പ്രവാചകൻ വഫാത്തായാൽ അടുത്ത ആള് വരികയാണ്. ഇങ്ങനെ പ്രവാചകന്മാര് ചെയ്തിരുന്ന ജോലിയാ പടച്ചവനെ ഞാനും നിങ്ങളും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്മാര് ചെയ്യുന്ന ജോലിയാണ് ദഅവത്ത്, നന്മ ഉപദേശിക്കല്, തിന്മ കണ്ടാ തടയല്. അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലി മാത്രമല്ല വാപ്പാ, ഏതൊരു മുസ്ലിമിന്റെയും കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഏറ്റവും നല്ല സമുദായം അത് നബി തങ്ങളുടെ സമുദായമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലോകത്ത് കടന്നു വന്ന ജനതകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ജനത നമ്മളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? നമ്മൾ നബിതങ്ങളുടെ സമുദായമായതുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എത്രയോ നാടുകളുണ്ട്. ഈ ആകാശത്തിന്റെ കീഴിൽ എത്രയോ നാടുകളുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല നാടേതാ? ഈ ആകാശത്തിന്റെ കീഴിലുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാടേതാ? ഖൈറുൽ ബിലാദ്. ലോകത്ത് ഒരുപാട് നാടുകളുണ്ട്. ഇപ്പൊ ഇതിന്റെ പേര് കൊപ്പമില്ലേ? എന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ? കൊപ്പ ഇവിടെ അടുത്തല്ലേ? ഇന്നലെ എനിക്ക് കൊപ്പത്തായിരുന്നു വാഴ്, ഇന്ന് ഇവിടെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും നല്ല നാട് ഏതാ? പറയടോ, ഏതാ നാട്? ഈ ലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട് ഏതാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. കൊപ്പമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ നാടാണോ? ഏറ്റവും നല്ല നാടാതാ. നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട് മക്കയാ. എന്തുകൊണ്ട്? അവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാ. പെങ്ങള് നബിതങ്ങൾ ജനിച്ചത് മക്കയിലാണ്. ആ മക്കയിലാണ് അല്ലാഹു കഅബാലയം പോലും അവിടെ നിന്ന് പണിതത്. അതുകൊണ്ട് ഖൈറുൽ ബിലാദ്, ഏറ്റവും നല്ല നാട് മക്കയാ. ഇനി രണ്ടാമത്തെ നാടേതാ? ഇനി രണ്ടാമത്തെ നാടേതാ? അത് മദീനയാ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടെന്നറിയോ? അവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത് അവിടെയാണ്. ആ മദീനയിലാണ് നബി തങ്ങൾ കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നാട് മദീനയാ.
മൂന്നാണ് ബൈത്തുൽ മുഖദ്ദസ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പ നബിതങ്ങൾ മക്കയിൽ ജനിച്ചപ്പോ മക്ക നല്ല നാടായി. നബിതങ്ങളുടെ റൗള മദീനയിലാണ്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ നാട് മദീനയായി. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ലോകത്തെ 4 ഗ്രന്ഥങ്ങളാണ്. തൗറാത്തുണ്ടല്ലോ, ഇഞ്ചീലുണ്ടല്ലോ, സബൂറുണ്ടല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 4 ഗ്രന്ഥങ്ങളാണ് പടച്ചവനെ ലോകത്തുള്ളത്. ആ 4 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമേതാ പടച്ചവനെ? അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത് പരിശുദ്ധമായ ഖുർആനാണോ? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആനാണ് ഏറ്റവും മഹത്വമുള്ളത്. കാരണം എന്തെന്നറിയുമോ? അത് നബിതങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തതാ. ആ പരിശുദ്ധമായ ഖുർആൻ 4 ഗ്രന്ഥങ്ങളിൽ മഹത്വമുള്ള ഗ്രന്ഥമായി മാറിയല്ലോ. ചെറുപ്പക്കാരാ, മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് പോലും മഹത്വമുണ്ടടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ. എവിടെ നിന്നാ പേര് വന്നത്? ലോകത്ത് ഒരാൾക്കും മുഹമ്മദ് എന്ന പേരില്ലായിരുന്നു, ഒരാൾ വരും കേട്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന പേരെവിടെ നിന്നാണ് വന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മാതാവായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയായിരുന്നപ്പോ അല്ലാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുക്കുകയാ. അല്ലാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ അബൂ താലിബൻ അറിയിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് പടച്ചവനെ നബിതങ്ങൾക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പേരിട്ടു. എല്ലാവരും ചോദിച്ചു, എവിടെ നിന്നാ? ഇന്ന് വരെ കേൾക്കാത്ത ഒരു പുതിയ പേര്. ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് കിട്ടിയതാണ്? പടച്ച റബ്ബേ, ആ പേര് അല്ലാഹു പറഞ്ഞ പേരാ. എവിടെ നിന്ന് വന്ന പേരെന്നറിയുമോ? അല്ലാഹുവിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന സിഫത്തുണ്ടല്ലോ, അള്ളാന്റെ പേരാണ് മഹ്മൂദ്. ആ മഹ്മൂദ് എന്ന് പറയുന്ന പേരിൽ നിന്ന് അടർത്തിയെടുത്തതാ മുഹമ്മദ്. മഹ്മൂദ് എന്ന് പറഞ്ഞാലും മുഹമ്മദ് എന്ന് പറഞ്ഞാലും ഒരേ ഒരർത്ഥമാ. അതുകൊണ്ടാണ് ആ പേരിനെ ആദരിക്കണമെന്ന് പറയുന്നത്. ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിടുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഏതെങ്കിലും ഒരു മാതാപിതാക്കള് എന്നോടുള്ള സ്നേഹം കാരണം മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാ അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഹമ്മദി എന്ന് മക്കൾക്ക് പേരിട്ടാൽ ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന. ആരെങ്കിലും മുഹമ്മദ് എന്ന് നബിതങ്ങളോടുള്ള സ്നേഹം കാരണം തന്റെ മക്കൾക്ക് മുഹമ്മദി എന്ന് പേരിട്ടാൽ നാളെ അവർ നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മുഹമ്മദ് എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. മുഹമ്മദ് എന്ന് പേരുള്ളവര് എല്ലാം പഴയ ആൾക്കാർക്കേ മുഹമ്മദ് ഉള്ളൂ, പുതിയതിനൊന്നും മുഹമ്മദ് ഇല്ല. പഴയ പ്രായമുള്ളവർക്കൊക്കെ മാതാപിതാക്കൾ മുഹമ്മദ് എന്നിടും. കുറച്ച് കഴിഞ്ഞപ്പോ മുഹമ്മദ് എന്ന പേര് ചേർത്തിടും. ഇപ്പൊ ഒന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ വെറൈറ്റിയുടെ പുറകില. ഇപ്പൊ എല്ലാവരും വെറൈറ്റിയുടെ പുറകില. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിടണമല്ലോ. ആ പേരിന് പോലും മഹത്വമുണ്ട് സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അവിടുന്ന് പടച്ചവനെ
മൂസാ നബിക്ക് ദാഹജലം വേണമെന്ന് പറയുമ്പോ മൂസാ നബിയും അനുയായികളും യാത്ര കഴിഞ്ഞ് വരികയാണ്. പടച്ചവനെ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിദാ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസാ, മൂസാ നബിയോട് അല്ലാഹു പറയുകയാ, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിക്ക് മൂസാ. അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, കയ്യിലിരിക്കുന്ന വടി കൊണ്ടടിക്ക്. മൂസാ നബി തന്റെ കയ്യിലിരുന്ന വടി കൊണ്ടടിച്ചടോ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ, പാറ പൊട്ടികെട്ടപ്പെടുന്ന കുടിക്കാനുള്ള വെള്ളം കിട്ടിയെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നബി തങ്ങളുടെ മഹത്വം അറിയണോ, അള്ളാന്റെ റസൂലിന്റെ മഹത്വം അറിയണോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ വല്ലാത്ത ദാഹമാ, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് അടിക്കാൻ പറഞ്ഞില്ല. മൂസാ നബിയോട് അല്ല പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടി കൊണ്ടടിക്കാൻ. അടിച്ചപ്പോ വെള്ളം വന്നു. എങ്കിലും നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, പാത്രം കൊണ്ടുവരാറ്. പടച്ചവനെ, നബി തങ്ങള് തന്റെ കൈ പാത്രത്തിനകത്തേക്ക് ഇടുകയാ. കയ്യിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം വന്ന് സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൂടെ വെള്ളം വന്നടോ. സ്വഹാബികൾ കുടിക്കുകയാ, ആവശ്യത്തിന് തോൽപാത്രങ്ങളിൽ നിറയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ കയ്യിലെ വിരലിന്റെ ഇടകയിലൂടെ വെള്ളം കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? എന്തിനാണിത് പറഞ്ഞത്? എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവര്, പടച്ചവനെ, നമ്മളെല്ലാവരും ഇന്ന് മക്കത്ത് പോകുമല്ലോ. മക്കത്ത് പോയിട്ട് ഞാനും നിങ്ങളും കോരിക്കുടിക്കുന്ന സംസം എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് വന്നത്? ആ സംസം വെള്ളം വന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, വിശന്നിട്ട് ദാഹിച്ചിട്ട് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് വെള്ളം വന്നത്. എന്നാൽ ആ ഇസ്മായിൽ നബിയുടെയും നബിയായ ആ ഇസ്മായിൽ നബിയെയും പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളം ആ സംസം വെള്ളത്തിനേക്കാളും മഹത്വമുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാ വെള്ളം വന്നേ. എന്നാൽ സഹാബത്ത് കുടിച്ച വെള്ളം വന്നത് എവിടെ നിന്നാ? ആ ഇസ്മായിൽ നബിയെയും പടയ്ക്കാൻ കാരണക്കാരനായ നബിയുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളം. ആ വെള്ളത്തിനു പോലും മഹത്വമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നബിതങ്ങളെ കുറിച്ച് പഠിക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്ക് സഹോദരാ. അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബസ്സിറൻ വ നദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലിഹി വ തുഅസ്സിറൂ വ തുവഖിറൂ വ തുസബ്ബിഹൂ ബുക്റതൻ വ അസീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ നബിതങ്ങളെ ആദരിക്കണേ, നിങ്ങൾ ബഹുമാനിക്കണേ, ആ നബിതങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രബോധനം നടത്തണേ. ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പറഞ്ഞു കൊടുക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ടോ? എല്ലാത്തിനും മഹത്വമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ട്. ഇത് നീ പഠിച്ചു വെക്കണം. ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കാനുള്ള അറിവാ. അല്ലാഹുവേ, ആ നബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്.